അപ്പോൾ നമ്മുടെ YCMൻ്റെ ആനിവേഴ്സറി ആണെന്നറിഞ്ഞ് നമ്മുടെ ചർച്ചിൽ പണ്ട് പഠിച്ചിരുന്ന കുറച്ച് പേർ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. അവരിപ്പോൾ പ്രായമൊക്കെ ആയി, അമ്മച്ചിമാരായി. അപ്പോൾ എല്ലാവരും അവരെ കൈയടിച്ച് സ്വീകരിക്കല്ലേ. കോട്ടയം AG ചർച്ചിൽ നിന്ന് പറഞ്ഞ വാനമ്പാടി എന്നറിയപ്പെടുന്ന കത്രീന അമ്മച്ചിയെ അമ്മച്ചി നമ്മൾ വിചാരിക്കും പോലെയുള്ള ആളല്ല. MA ബിരുദം എടുത്ത ആളാണ്. പിന്നെ സഭയിൽ നല്ല പാട്ടൊക്കെ പാടുന്ന ആളായിരുന്നു. സഭയിൽ ഉറങ്ങിയിരിക്കുന്ന വിശ്വാസികളെ പോലും ആത്മനിറവിൽ കൊണ്ടുവരുന്ന ആളായിരുന്നു അമ്മച്ചി. ആ കഴിവൊക്കെ ഇപ്പോഴും അമ്മച്ചിക്കുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വിളിക്കാം പുന്നശ്ശേരി IPC ചർച്ചിൽ നിന്ന് കടന്നു വന്ന പൊന്നമ്മ അമ്മച്ചിയെ. ഇത് വെറും പൊന്നമ്മ, ഗിന്നസ് പൊന്നമ്മ എന്നാണ് ഈ അമ്മച്ചിയുടെ പേര്. ആ പേര് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ 5 സെക്കൻഡ് കൊണ്ട് 10 പാത കാണാതെ പറഞ്ഞ അമ്മച്ചിയാണ് ഈ അമ്മച്ചി. ഈ ഗിന്നസ് റെക്കോർഡ് നേടിയത്. ഈ പ്രായത്തിലും അടുത്ത റെക്കോർഡ് എടുക്കാനുള്ള പ്രയത്നത്തിലാണ് അമ്മച്ചി ആ റെക്കോർഡ് നേടുകയും ചെയ്യും. അടുത്തായിട്ട് നമുക്ക് വിളിക്കാം കുമ്പളാങ്കുടിയിൽ നിന്ന് കടന്നു വന്ന കുഞ്ഞമ്മ അമ്മച്ചി. ഈ അമ്മച്ചി പാചകത്തിലും വാചകത്തിലും അതിവിദഗ്ധയാണ്. രണ്ടിന്റെ രുചി അറിഞ്ഞാൽ പിന്നെ ഈ അമ്മച്ചിയെ ആരും മറക്കത്തില്ല. പിന്നെ പാചകത്തിന്റെ വാചകത്തിന്റെ കാര്യത്തിൽ ഈ അമ്മച്ചിയെ തോൽപ്പിക്കാനും ആരുമില്ല. പിന്നെ സഭയിലെ മാസ്റ്റർ ഷെഫ് എന്ന പദവി ഈ അമ്മച്ചി കൈവരിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് വിളിക്കാം കോട്ടയത്ത് നിന്ന് കടന്നു വന്ന ശോശമ്മ അമ്മച്ചിയെ. മനോരമ ശോശമ്മ എന്നൊരു മറുപേരും കൂടെ ഈ അമ്മച്ചിക്കുണ്ട്. ഈ പേര് വരാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? സഭയിലെ എല്ലാ വിശേഷങ്ങളും വള്ളിയും പുള്ളിയും ചേർത്തും ചേർക്കാതെയും സഭയിലെ വിശ്വാസികളുടെ അടുത്ത് എത്തിക്കുവാൻ ഈ അമ്മച്ചിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതുപോലെ ഈ അമ്മച്ചി അറിയാതെ ഈ അമ്മച്ചിയുടെ നാട്ടിലൊരു ഈച്ച പോലും അനങ്ങത്തില്ല. പിന്നെ എന്താ പറഞ്ഞാൽ ഈ അമ്മച്ചി ഒരു പാവമാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു അമ്മച്ചി കൂടെയാണ് ഈ അമ്മച്ചി. അടുത്തതായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം ഉന്നംതോട്ടിൽ നിന്ന് കടന്നു വന്ന ഉപദേശി പൊന്നമ്മ എന്ന അമ്മച്ചിയെ. മാർഗോപദേശി പൊന്നമ്മ എന്നൊരു പരക്കെ പേരിൽ അറിയപ്പെടുന്ന അമ്മച്ചിയാണിത്. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉപദേശിച്ച് സ്വർഗത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ അമ്മച്ചിയുടെ പ്രധാന ലക്ഷ്യം. അങ്ങനെ നമ്മുടെ അമ്മച്ചിമാരെല്ലാം ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ ചർച്ചിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ അമ്മച്ചിമാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ എന്ത് ചോദിച്ചാലും അമ്മച്ചിമാരെ പാട്ടിലൂടെ ആക്ഷനിലൂടെ മാത്രമേ നമ്മളോട് സംസാരിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ചർച്ചിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെയൊക്കെ നാട് എവിടെയാ? എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. നിങ്ങളുടെ നാടിന്റെ പ്രത്യേകത ഒന്ന് പറയാമോ ഞങ്ങളോട്? പകലില്ലവിടെ പ്രശോഭിതമായൊരു നാട്, 4 ജീവികൾ പാടുമവിടെ. അമ്മച്ചിമാരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് ഒരു വാക്ക് പറയാമോ? നിങ്ങൾക്കിപ്പോ എത്ര വയസ്സുണ്ട്? 80 മാത്രം. നീളുമായു സതുവിനശാൽ കഷ്ടത മാത്രം. നിങ്ങളുടെ മക്കളെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക,
ഇപ്പൊ കടന്നു പോകുന്നത്? പുത്തനാം യെരൂശലേമിലെത്തും കാലമോർക്കുമ്പോൾ വിധരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുമേ. നിങ്ങളുടെ പ്രത്യാശ എന്തോ അമ്മച്ചിമാരെ? കഷ്ടങ്ങൾ സാരമില്ല, കണ്ണൂരി സാരമില്ല, നിത്യതേജസിംഹനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണൂരി സാരമില്ല. നമ്മുടെ യേശുവിനെ കുറിച്ചൊന്ന് വിവരിക്കാവോ? സുരലോക സുഖം വെടിഞ്ഞു എന്നെ തേടി വന്ന ഇടയൻ. പ്രതിസന്ധി വരുമ്പോ നിങ്ങൾ പതറുവോ? പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമാനവധി വന്നിടിലും. നമ്മുടെ ദൈവദാസന്മാരെ കുറിച്ചൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്നല്ല, രണ്ടല്ല, മൂന്നാണേ. സന്തോഷ് പാസ്റ്റർ, വിജയ് പാസ്റ്റർ, സാലു പാസ്റ്റർ. അവരെ കുറിച്ച് ഒന്നുകൂടെ വിവരിക്കാവോ? ആയിരം ആയിരം നാവുകളാ അതു വർണ്ണിപ്പതിരെഴുതോ. പതിനായിരത്തിൽ ഒരംശം ചൊല്ലി യുവാൻ പാടില്ല സാധ്യമാകോ. നമ്മുടെ സഭയിലെ ഹെഡ് മാസ്റ്റർ റീച്ചാനെ കുറിച്ച് എന്തോ നിങ്ങൾക്ക് പറയാനുള്ളത്? വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് പോരായേ, എന്നെ തീർത്തിടാമോ അവൻ ശ്രീധരൻ. അമ്മച്ചിമാരെ, ഇന്ന് ഈ JDM ചർച്ചിനോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഉന്നത വിളിക്കു യോഗ്യരെ വിളിച്ചവന്റെ സന്നിധി നിന്നു മാറല്ലേ. മന്നിടത്തിൽ നമ്മെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന, മന്നിടത്തിൽ നമ്മെ ഓർത്തു ഉന്നതം വെടിഞ്ഞു വന്ന നന്ദനന്റെ വന്യപാദമെന്നു വന്ന വന്നിച്ചിടാം. നന്ദനന്റെ വന്യപാദമെന്നു വന്നാൽ വന്നിച്ചിടാം. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീ. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗാമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവീ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ വീണ്ടെടുക്കപ്പെട്ട കർത്താവിന്റെ രണ്ടാം വരവിനെ നമുക്ക് വീണ്ടും അതിവാജ്ഞയോടെ ഒരുങ്ങാം. ഇവിടെ കടന്നു വന്ന അമ്മച്ചിമാരുടെ വിശേഷങ്ങളെല്ലാം നാം കേട്ടു. നമ്മുടെ ചർച്ചയിൽ കടന്നു വന്നതിന് അവരോടൊരു പ്രത്യേക നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. നന്ദി കൊണ്ടെന്റെ